കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ മുറിയിലോട്ട് പോട്ടെ. നീ ഏത് നരകത്തിലെങ്കിലും പോയി, എനിക്കെന്താ ഒരു വയ്യാവലി. ഈ ആദ്യമായിട്ടെന്റെ ഒരു തമാശ. അങ്ങളെ എന്തുവാടാ ഇത്? അച്ഛൻ തെറ്റിദ്ധരിക്കണ്ട. ഈ മാരണത്തെ എന്റെ പെടലേക്ക് മനഃപൂർവ്വം കെട്ടിവെച്ചതാ തുളസി. തുളസിയോ? എന്തിന്? എന്താടാ ഇത്? തുളസി മോളെന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്കറിയില്ല അച്ഛാ, ഞാൻ ആകെ ടെൻഷനില്ല. അച്ഛ, തുളസി എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക, അത് 100% ഉറപ്പാ. ആദ്യം അതിനൊരു കാരണം വേണ്ടേ? കാരണം എന്താന്ന് നമുക്കറിയില്ലല്ലോ. അതാ അച്ഛൻ ഞാനും ആലോചിക്കുന്നേ. എത്ര ആലോചിച്ചിട്ടും ഇതിന്റെ കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എടാ, നിന്നോട് തുളസിക്ക് ദേഷ്യം വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവൾക്ക് ഈടായിട്ട് അഭിപ്രായ വ്യത്യാസം ഉള്ളത് എന്നോടാ. അതവള് എന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അതവള് ചോദിച്ചില്ലെങ്കിലേ അത്ഭുതം തോന്നുന്ന കാര്യമുള്ളൂ. ആ വാടക അച്ഛനമ്മമാരെ കൊണ്ടുവന്നതിൽ എനിക്കുള്ള പങ്ക് അവൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. മാത്രമല്ല, കാർത്തിക ശങ്കർ IPS അവൾ കൊടുത്ത പരാതിയിൽ അന്വേഷണം വേണ്ടാന്ന് ഞാൻ പറഞ്ഞതും അവൾ അറിഞ്ഞു. എന്നോട് അവൾക്കുള്ള ദേഷ്യം തികച്ചും സ്വാഭാവികം. പക്ഷേ ഇടാ, നിന്നെ അകറ്റാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്താണെന്നാ എനിക്ക് പിടികിട്ടാത്തത്. അച്ഛാ, തുളസി എന്തോ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. ആ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി ചിലപ്പോ ഇവിടെ ഗ്രീൻ റൂമിലുള്ളവര് വല്ല വേലകളും വെച്ച് കാണും. അച്ഛാ, പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. എടാ, ഇവിടെ ഈ ദേവമംഗലത്ത് കുറച്ച് അണിയറ ശില്പികളുണ്ടല്ലോ. തുളസി മോളെ ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്നത് കാണാനേ പുഷ്പാഞ്ജലി നടത്തുന്നവർ. അല്ല, അവരുടെ എന്തെങ്കിലും തന്ത്രങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോന്നാ എന്റെ ബലമായ സംശയം. അച്ഛാ, അവരുടെ തന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെക്കാൾ മിടുക്കുള്ളവളല്ലേ തുളസി. എടാ, ഈ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിലേ പത്തനംതിട്ടന്ന് ബസ് കയറി എലി വരുമെന്ന്. തുളസി മോൾ അവളുടെ വീട്ടിലാണെങ്കിലും ഇവർക്ക് ഇവിടെ അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അച്ഛാ, തുളസി എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവളുടെ എന്റെ നിത്യശത്രുവായ ആതിരെ എങ്ങനെ എന്റെ ബൈക്ക് കയറി വിടും? അത് മാത്രമല്ലടാ, നിന്റെ ഭാര്യയായ തുളസിക്ക് നീ കൊടുത്ത സാരി അവൾ ആതിരയ്ക്ക് കൊടുത്തിരിക്കുന്നു. നമ്മളറിയാതെ എന്തൊക്കെയോ അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട് മോനെ. അത് നമുക്ക് കണ്ടെത്തണം. അവസാനം വഞ്ചി നമ്മുടെ കടവിൽ തന്നെ അടുത്തു ദുർഗേച്ചി. അങ്ങനെ പുള്ളിപ്പുലി പൂച്ചയായി. വെറും പൂച്ചല്ല, പല്ലില്ലാത്ത പൂച്ച. ഒടുവിലെ അവള് പടം മടക്കിയതാ സുലു. നമ്മളോട് ഫൈറ്റ് ചെയ്ത് അവളങ്ങ് മടുത്തു. അവൾ അതിദയനീയമായി തോറ്റതാ ദുർഗേച്ചി. ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ ഷോക്കുകളല്ലേ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുരുതുരെ ഓരോന്ന് കിട്ടിയപ്പോ അവൾ ആകെ തളർന്നുപോയി. ഇനി ദുർഗേച്ചിയോട് മത്സരിച്ച രക്ഷ കിട്ടില്ലെന്ന് അവക്ക് ഉത്തമ ബോധ്യായി ദുർഗേച്ചി. അവൾ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്ന കണ്ടപ്പോഴേ ഞാൻ തന്നെ അമ്പരന്ന് പോയി സുലു ആന്റി. ഇനി അവക്ക് അതേ മാർഗമുള്ളൂ. ആദിയെ കൊണ്ട് ആതിരയുടെ കഴുത്തിൽ താലി ചാർത്തിക്കുക. എന്നിട്ടൊരു ക്ലീൻ ഇമേജോടെ എങ്ങോട്ടേക്കെങ്കിലും പോവുക. തന്തയും തള്ളയും ഇല്ലാത്ത തെണ്ടി പെണ്ണാണെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോഴാ അവൾ ഇത്രയും തളർന്നുപോയത്. അല്ലെങ്കിലേ അവൾ ഇപ്പോഴും എന്റെ അടുത്ത് യുദ്ധം ചെയ്തോണ്ടിരുന്നേനെ. എന്തൊക്കെയായിരുന്നു അവൾ എന്റെ നേരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തൊക്കെ പോർവിളികളായിരുന്നു. സെൻട്രൽ ജയിലിൽ കയറ്റുമെന്ന് വരെ അവൾ എന്നോട് പറഞ്ഞതാ. ഇനി അതൊക്കെ മറന്നേക്ക ദുർഗേച്ചി. അവളൊരു ശവമായി മാറിയില്ലേ? ഇനി ആ ശവത്തെ കുത്തുന്ന എന്തിനാ? അവളുടെ ശാപത്തിനിട്ട് വരെ ഞാൻ ചവിട്ടും. എനിക്ക് അത്ര വൈരാഗ്യമുണ്ട് അവളോട്. അവളോടുള്ള പക
അവള് ചത്താലും തീരില്ല. അവളുടെ കഥ കഴിഞ്ഞല്ലോ ദുർഗാന്റി. അതിന്റെ ക്ലൈമാക്സ് നമുക്ക് ആർക്കും എഴുതേണ്ടി വന്നില്ല, അവള് തന്നെ എഴുതി. ഇനി ആതിരയുടെ കല്യാണം നടക്കുമ്പോ അവളെ കൂടി വിളിക്കണം ദുർഗേച്ചി. ആ, ആദ്യയെ ഒരുമിപ്പിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടല്ലോ. ആ നന്ദി നമ്മൾ അവളോട് കാണിക്കണം. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരുന്ന് എന്തേലും കഴിച്ചിട്ട് അവള് പൊക്കോട്ടെ. അയ്യോ പാവം, എനിക്ക് അവളോട് സഹതാപം തോന്നുന്നു. എന്നാ അവളെ നീ എടുത്ത് മടിയിലോട്ട് വെക്ക്. അതല്ല ദുർഗേച്ചി, എന്തായാലും ഇക്കാലം അത്രയും ആദിമോന്റെ പിറകെ അവള് ലാലാല പാടി നടന്നതല്ലേ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അനാഥയായ അവളെ ഏതെങ്കിലും ഒരു കൂലി വേലക്കാരനെ കൊണ്ട് കെട്ടിക്കണം. പോക്കോണം അവിടുന്ന്, ഒരു ചവിട്ട് ഞാൻ വെച്ചേരും. ആദിയുടെയും കല്യാണം നടന്നാലും ഞാൻ അവളെ വെറുതെ വിടില്ല. എന്റെ കൺവെട്ടത്തവളുണ്ടെങ്കിൽ അവളെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ നോവിക്കും. അത്രയ്ക്ക് പ്രതികാരം എനിക്ക് അവളോട്. ഇന്നത്തെ ദിവസം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ച ഒന്നിച്ചൊരു കറക്കം, എല്ലായിടത്തും പോവാന്നുള്ള ഉദ്ദേശം ഒന്നും നടന്നില്ല. ഞാനൊരു ദുഷ്ടനോ കൊള്ളരുതാത്തവനോ മൃഗമൊന്നുമല്ല, വെറും ഒരു സാധാരണക്കാരൻ. എന്നിങ്ങനെ വേദനിപ്പിക്കുന്നതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. അത് തുറന്നു പറയാനുള്ളൊരു സാമാന്യ മര്യാദയെങ്കിലും നീ ഒന്ന് കാണിക്കണം. ഹലോ. ആ, ഹലോ തുളസി, ഞാനാ ആതിര. പറയാ. എന്റെ തുളസി, എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ ഇങ്ങനെ സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല. തുളസിയോടെ എനിക്ക് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. താങ്ക്സ്. തുളസി, നമ്മളെ തമ്മില് പല വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം നീ മറന്നേക്കണേ. ഒന്ന് നീ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. ഇല്ല. ആദ്യേട്ടന്റെ പേരിലാ നമ്മൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നത്. ഇതിപ്പോ ആദ്യേട്ടനെ നീ എനിക്ക് വിട്ടുന്നില്ലേ, അതോടെ ആ പ്രശ്നം അങ്ങ് തീർന്നു. പിന്നെ മറ്റൊരു കാര്യം തുളസി, ഇതൊരു റിക്വസ്റ്റാ. പറയാ. ആദ്യേട്ടൻ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിൽ തന്നെയാ. നിന്നോട് സംസാരിക്കുന്ന പോലെ റൊമാൻറ്റിക് ആയിട്ട് എന്നോട് മിണ്ടെന്ന് പോലുമില്ല. അതുകൊണ്ട് നീ മുൻകൈ എടുത്ത് എന്റെ ആദ്യേട്ടന്റെ കല്യാണം ഒന്ന് നടത്തി തരണം. നീ പറഞ്ഞ ആദ്യേട്ടൻ എന്തോ അനുസരിക്കും. നീ ആദ്യേട്ടനോട് പറയോ എന്നെ കല്യാണം കഴിക്കാൻ? ഞാൻ പറയാം, തീർച്ച. താങ്ക് യു വെരി മച്ച്. ലവ് യു ഉമ്മ. നീ മുൻകൈ എടുത്ത് എന്റെ ആദ്യേട്ടന്റെ കല്യാണം ഒന്ന് നടത്തി തരണം. നീ പറഞ്ഞ ആദ്യേട്ടൻ എന്തോ അനുസരിക്കും. നീ ആദ്യേട്ടനോട് പറയോ എന്നെ കല്യാണം കഴിക്കാൻ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടാ, എന്താ അവളിങ്ങനെയൊക്കെ പെരുമാറുന്നത്? തുളസിമോളുടെ ഈ മനമാറ്റം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല, ഇത് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. എന്നാലേ ആദി അവളെ ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളെങ്ങാനും അല്ല നിങ്ങൾ അറിഞ്ഞോ? ആദിമൻ പറഞ്ഞ എന്നോട് ആ കാര്യങ്ങൾ കേട്ടാ നിങ്ങൾ അന്തം വിട്ടു പോകും.
ആദ്യം മോനെ ഒട്ടും ഇഷ്ടമില്ലാത്ത ആ തെറിച്ച പെണ്ണിനെയും ബൈക്കിൽ കയറ്റി കൊണ്ടുവരുന്നത് കണ്ടിട്ടേ ഞാനാകെ പകച്ചു നിന്നുപോയി. അല്ല, അവനെന്തിനാ അവളെ ബൈക്ക് കയറ്റിയത്? പ്രിയെ, അത് തുളസി മോള് നിർബന്ധിച്ചിട്ടല്ലേ, അല്ലാതെ ആദ്യം ചെയ്യുവോ? തുളസി പറഞ്ഞ അവൻ ഏത് പുലിവാലിലും കയറി പിടിക്കും. പണ്ട് ഓർക്കുന്നില്ല ജയ, തുളസി പറഞ്ഞിട്ട് ആ റിസോർട്ടിലെ റൂമിൽ പെട്ടുപോയത്. അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ എന്തൊക്കെയാ? ആ അപ്പച്ചി ദേവമംഗലത്ത് കയറി മേയുകയായിരുന്നു. ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് നടന്ന നാണം കെട്ട ജന്മങ്ങൾ. ഞാൻ ഈ തുളസിയെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല ഏട്ടാ. ആദ്യമോനും തുളസിമോളും വല്ലാതെ അങ്ങ് അകന്നു പോയിക്കൊണ്ടിരിക്കുക. ഏയ്, ആദിക്ക് അകൽച്ചയൊന്നുമില്ല. പക്ഷെ അവളാണ് ആദ്യം തന്നിൽ നിന്ന് അകറ്റാനും സ്വയം അകന്നു മാറാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ചോദിച്ചിട്ടും അവളൊന്നും വിട്ടു പറയുന്നുമില്ല. എന്തൊക്കെയോ മനസ്സിലൊതുക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. അതിന്റെ പിന്നിൽ ശക്തമായൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണമാണ് നമുക്കറിയേണ്ടത്. ഇനി ദുർഗേച്ചിയോ അപ്പച്ചിയോ മാറി നിന്ന് എന്തെങ്കിലും വേല ഒപ്പിച്ചിട്ടുണ്ടാവോ? അങ്ങനെയും വരാൻ വഴിയുണ്ട്. ഏതായാലും അടങ്ങിയിരിക്കുന്ന തരക്കാരല്ലല്ലോ ദുർഗയും അപ്പച്ചിയൊന്നും. അല്ല, അവരുടെ വേലകളൊക്കെ തുളസിമോളുടെ അടുത്ത് ചെലവാവോ? അവരെന്തെങ്കിലും തന്ത്രം പയറ്റിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ തുളസിയെ പോലെ മിടുക്ക് മറ്റാർക്കുമില്ല. അവരെന്തൊക്കെയോ കെണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ സംശയം. തുളസി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദിയെയും ആതിരയെയും ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങളല്ലേ? ഏട്ടാ, ഇതാപത്ത്. ഏട്ടൻ ഇതിൽ ഇടപെട്ടേ പറ്റൂ. ആദിമോനും തുളസിമോളും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം ഏട്ടൻ അവളോട് ചോദിച്ചറിയണം. വഴക്കിടുകയൊന്നും വേണ്ട, സ്നേഹത്തിൽ ചോദിച്ചാൽ മതി. എന്തായാലും അത് ചോദിച്ചറിഞ്ഞേ പറ്റൂ. ആ, ജയ, അവള് തുറന്നു പറയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഞാനൊരു ശ്രമം നടത്തി നോക്കാം. തുളസി മോളെ, മാമനാ. ഞാൻ വെറുതെ ഒന്ന് നിന്നെ കാണാൻ വന്ന. എനിക്ക് ചില കാര്യങ്ങൾ നിന്റെ അടുത്ത് നിന്ന് അറിയാനുണ്ട്. അത് നീ എന്നോട് തുറന്നു പറയണം. തുറന്നു പറഞ്ഞേ പറ്റൂ. എന്താ മാമ?
കുറച്ച് ദിവസങ്ങളായി നിനക്ക് വല്ലാത്തൊരു മാറ്റം. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. ആദിക്കും ജയനും പ്രിയയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. നീ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. സ്വയം സൃഷ്ടിച്ചൊരു ലോകത്ത് ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ല, ഇതൊക്കെ മാമന്റെ വെറും തോന്നലുകളാ. ഹ, എന്റെ തോന്നൽ മാത്രമാണെങ്കിൽ ശരി. പക്ഷേ ഇത് എന്റെ തോന്നൽ മാത്രമല്ലല്ലോ. ജയനും പ്രിയയും ആദിയും ഒക്കെ ഇത് തന്നെയല്ലേ പറയുന്നത്. അല്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ ഇത് പറയണമെങ്കിൽ നിനക്കുള്ള മാറ്റം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ടേ കള്ളമൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. നിനക്കെന്താ പറ്റിയത്? തുറന്നു പറയേ. പറയാൻ നീ ബാധ്യസ്ഥയാണ്. അതറിയേണ്ടതും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒന്നുമില്ല. ഉണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർ ആണെന്നുള്ളത് വിട്ടേക്ക്. അതിലുപരി ഞാൻ നിന്റെ ഒരു ഗാർഡിയനാ. എനിക്കൊരു കാര്യം ബോധ്യമായിട്ടുണ്ട്. നീ ആദ്യം നിന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അല്ല, ഒരിക്കലും അല്ല. ഞാനും ആദ്യം തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടലിൽ നടന്നതിന്റെ അർത്ഥം എന്താ? നീ മനഃപൂർവ്വം ആതിരയും കുട്ടി ആ ഹോട്ടലിലേക്ക് വന്നു. നിന്റെ ആജന്മ ശത്രുവല്ലേ ആതിര? അപ്പൊ പിന്നെ അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം? അതിനുശേഷം നീ മനഃപൂർവ്വം ആദിത്യന്റെ ബൈക്ക് കയറ്റി ആതിരയെ വിട്ടു. ഇതൊക്കെ നിന്നെ പോലെ വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടി വെറുതെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. അത് സത്യമായിരിക്കും വേണം. അത് പിന്നെ ആതിര ആ വഴിക്ക് വന്നപ്പോ വെറുതെ പിണക്കണ്ടെന്ന് കരുതി ഞാൻ ഹോട്ടലിലേക്ക് വിളിച്ചതാ. അതല്ലാതെ ഞാനും ആദ്യം തമ്മിൽ ഒരു പ്രശ്നവുമില്ല.
ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് പ്രസാദ്. തുളസിമോളുടെ മനസ്സാകെ കലങ്ങി മറിയുകയാണ്. അത് നമുക്ക് അറിഞ്ഞേ പറ്റൂ. ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ അവൾ ഒന്നും വിട്ടു പറയില്ലെന്ന്.